നമസ്കാരം. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടിയായി സിന്ധു നദീതട കരാർ പ്രകാരമുള്ള ജലവിതരണം നിയന്ത്രിച്ച ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനെ ഗുരുതര ജലപ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ജലസംഭരണികളിൽ ഇനി ഏതാനും ആഴ്ചകൾക്കുള്ള വെള്ളം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. രാജ്യത്തെ ഏറ്റവും വലിയ ജലസംഭരണികളായ തർബേല, മംഗള ഡാമുകൾ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. സിന്ധു നദീതട ജലത്തെ ആശ്രയിച്ചായിരുന്നു പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെയും കുടിവെള്ള വിതരണ സംവിധാനത്തിന്റെയും വലിയൊരു ഭാഗം പ്രവർത്തിച്ചിരുന്നത്. ആകെ ഒഴുകുന്ന ജലത്തിന്റെ ഏകദേശം 80% പാകിസ്ഥാനിലേക്ക് ലഭിക്കുന്ന രീതിയിലാണ് കരാർ രൂപകൽപ്പന ചെയ്തിരുന്നത്. ഈ വെള്ളമാണ് കൃഷിക്കും ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും പ്രധാന നഗരങ്ങളിലെ കുടിവെള്ള ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത്. ലാഹോർ, കറാച്ചി, മുൾട്ടാൻ എന്നിവിടങ്ങളിലെ ജനജീവിതം തന്നെ ഈ ജലവിതരണത്തെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ജലവിതരണം തടസ്സപ്പെടുന്നതോടെ പാകിസ്ഥാന്റെ കാർഷിക ഉൽപാദനം കുത്തനെ ഇടിയും. പാകിസ്ഥാന്റെ ആഭ്യന്തര വരുമാനത്തിന്റെ ഏകദേശം 23% കാർഷിക മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത്. ജലക്ഷാമം രൂക്ഷമായാൽ ഭക്ഷ്യോൽപാദനത്തിൽ വലിയ ഇടിവും അതുവഴി വിലക്കയറ്റവും സാമൂഹിക അസ്ഥിരതയും ഉണ്ടാകുമെന്ന ആശങ്കയും ശക്തമാവുകയാണ്. ഇതിനകം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാന് ഇത് ഇരട്ട തിരിച്ചടിയായേക്കും. ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ സിന്ധു നദീതട കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇന്ത്യ. വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നയത്തിന്റെ വ്യക്തമായ സൂചനയാണ്. 1960-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച ഈ കരാർ സിന്ധു നദീതടത്തിലൂടെ ഒഴുകുന്ന 6 പ്രധാന നദികളുടെ ഉപയോഗം നിയന്ത്രിക്കാനുള്ളതായിരുന്നു. എന്നാൽ ഈ ഉടമ്പടിയിൽ ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത കരാറിന് നിശ്ചിത കാലാവധി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നടപടികൾക്കെതിരെ രാജ്യാന്തര നീതിന്യായ കോടതിയെ സമീപിക്കാൻ പാകിസ്ഥാന് നിയമപരമായ തടസ്സങ്ങളുമുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ തന്ത്രപരമായ തിരിച്ചടി. അതേസമയം കരാർ നിയന്ത്രണത്തിന്റെ ഇളവ് വരുത്താനാകാത്ത സാഹചര്യം ഇന്ത്യക്ക് ഗുണവുമാണ്. ഇത് ഇന്ത്യയുടെ ഊർജ്ജോൽപാദനവും ജലവിഭവ വിനിയോഗവും കൂടുതൽ വിപുലപ്പെടുത്താനുള്ള അവസരമായി മാറാമെന്നാണ് വിലയിരുത്തൽ. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ കരാർ ഒപ്പിട്ടതിനു ശേഷം ഇതാദ്യമായാണ് കരാറിൽ ഭേദഗതി വരുത്തുകയോ നടപ്പാക്കലിൽ കടുത്ത നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.